ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഉണ്ണിയപ്പം. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് അതിലോട്ട് നമ്മൾ ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മളിവിടെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അതിലോട്ട് കറുത്ത എള്ള് ചേർത്തിട്ട് നമ്മൾ അത് നന്നായിട്ട് ആ മിക്സ് ഇളക്കി കൊടുക്കണം. നമ്മൾ നന്നായി അത് ആ മിക്സ് ഇളക്കി കൊടുക്കുക. നമ്മൾ എള്ള് ചേർത്ത് നമ്മളിപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കണ്ടില്ലേ ഗൈസ്, മിക്സ് നല്ല തിക്കാണ്, നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തൊരു നമ്മൾ മാവൊക്കെ ആക്കുന്ന സമയത്ത് വളരെ ലൂസായിട്ടും എന്നാൽ ടൈറ്റായിട്ടും അല്ല, നല്ലൊരു തിക്കായിട്ടുള്ള മൂഡിൽ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഗൈസ് ആദ്യം ഉണ്ണിയപ്പം ചട്ടി വെച്ചു. അതിലോട്ട് നമ്മൾ നെയ്യിലാണ് ഗൈസ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അതിലോട്ട് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഉണ്ണിയപ്പം ചട്ടി നിറയെ നെയ്യ് അതുപോലെ തന്നെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഗൈസ് കണ്ടില്ലേ, ഉണ്ണിയപ്പം കുഴിയൊക്കെ ഓരോ കുഴികൾ നമ്മൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഓയിലൊക്കെ അതിൽ നന്നായിട്ട് ഓയിൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഒരു തവിയെടുത്ത് അതിലോട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ണിയപ്പക്കുഴിയിൽ പകുതി മാത്രമാണ് ഗൈസ് ഒഴിച്ചു കൊടുക്കണുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആകെ പരക്കും, ആകെ വൃത്തികേടാവും, കാണാനും തന്നെ വൃത്തികേടാവും. അതുപോലെ തന്നെ നമുക്ക് മറിച്ചിടുന്ന സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ ഉണ്ണിയപ്പക്കുഴിയിൽ പതുക്കെ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാനും ഒരു ഭംഗിയാണ്, നമുക്ക് മറിച്ചിടുന്ന സമയത്തും തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹൈ ഫ്ലെയിമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും, മാത്രമല്ല അതിൻ്റെ ഉള്ളിലൊന്നും വേവില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുഴി നിറയെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഗൈസ് കണ്ടില്ലേ, നല്ല ഇങ്ങനെ ഓയിൽ നല്ല ചൂടായി വരുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഉണ്ണിയപ്പം ചട്ടിയിൽ നിറയെ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ്. നമ്മളെ ഉണ്ണിയപ്പം അതങ്ങനെ റെഡിയായി വരികയാണ്. അപ്പോൾ നമ്മളിവിടെ വളരെ എളുപ്പത്തിലാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ ശ്രമിക്കണം, ഉള്ളു വേവാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പുറം ഭാഗമൊക്കെ ആകെ കരിഞ്ഞ് വൃത്തികേടായി പോകും. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക, ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഇതായി വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറൊക്കെ വന്ന് നല്ല വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പതുക്കെ എല്ലാതും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ണിയപ്പം അതാ കണ്ടില്ലേ ഗൈസ്, നല്ല സെറ്റായിട്ട് വരണുണ്ട്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു കോലിലോട്ട് പതുക്കെ കോരിയിട്ട് മാറ്റുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഗൈസ്. ഇത് ഉണ്ടാക്കി എടുക്കാനൊക്കെ ആയിട്ട് വളരെ സിമ്പിളുമാണ്. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ. നമ്മൾ പതുക്കെ അത് തിരിച്ചിട്ട് കൊടുത്ത് കോലിലൊക്കെ ഇങ്ങനെ കുത്തി മാറ്റുകയാണ്. ഒന്നും കൂടെ വേവാനായിട്ടാണ് കേട്ടോ നമ്മൾ മറ്റേ കുഴിയിലോട്ടൊക്കെ ഇത് ഇട്ട് കൊടുക്കണത്. ഒരേപോലെ തീ കത്തുമ്പോഴാണല്ലോ നമ്മളെല്ലാതും ഒരുപോലെ വേവുള്ളൂ. അപ്പോൾ നമ്മളതുകൊണ്ട് മറ്റേ കുഴിയിലോട്ടൊക്കെ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്. പതുക്കെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരിക്കലും നമുക്കിത് കേട് വരരുത്, അതുകൊണ്ട് നമ്മൾ പതുക്കെ ചെയ്യുക. വളരെ ക്ഷമ വേണം ഈ പരിപാടിക്ക്. പെട്ടെന്നൊന്ന് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കും, പക്ഷേ നമ്മൾ മറിച്ചിടുന്ന സമയത്തൊക്കെ ഇത് കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട്. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, നമ്മളത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ പപ്പടക്കോൽ ഉപയോഗിച്ചാണ് നമ്മളിത് കുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. ആ കുത്തുന്ന സമയത്ത് തന്നെ നമ്മൾ പതുക്കെ കുത്തിയെടുക്കുക, നമുക്കതിനൊരു കേട് പറ്റരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇത് കുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ് ഇങ്ങനെ ചെയ്ത് നോക്കണേ. പിന്നെ മാത്രമല്ല, നമ്മളിവിടെ എന്തൊക്കെയാണ് എടുത്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടി, അതുപോലെ തന്നെ നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരിപ്പൊടി, നേന്ത്രപ്പഴം, അതുപോലെ ശർക്കര, അല്പം വെള്ളമൊഴിച്ച് പാനിയാക്കിയത്, പിന്നെ ഏലക്കാപ്പൊടി, പിന്നെ കറുത്ത എള്ള്. ഇത്ര മാത്രമാണ് ഞാനിവിടെ മിക്സായിട്ട് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത് നല്ല സെറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ സോഫ്റ്റാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ് ഈ ഉണ്ണിയപ്പം.
അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഗായ്സ് നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് ഇട്ട് നമ്മളത് വെന്ത് സെറ്റാക്കിയിട്ട് നമ്മളിതാ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ ഗായ്സ്, നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത ട്രിപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എല്ലാതും അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കും വേണം. പിന്നെ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഉണ്ണികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ണികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. എന്താണെന്ന് വെച്ചാൽ അവർ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഗൈസ്. പിന്നെ നമ്മൾ വീട്ടിൽ അത്ര ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മളത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് മൈദയോ റവയോ പോലുള്ള ഐറ്റംസ് ഒന്നും നമ്മളിതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. എന്നാൽ തന്നെ അത് വളരെ സോഫ്റ്റാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കണ്ടില്ലേ ഗൈസ്, നമ്മൾ ഉണ്ണിയപ്പം ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. അതും പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. എന്ത് രസമാണ് കാണാനൊക്കെ ആയിട്ട് തന്നെ. വളരെ കഴിക്കാനും കാണാൻ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് നമ്മളിവിടെ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ എള്ള് ചേർത്തായിരുന്നു നമ്മൾ നേരത്തെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. നിങ്ങൾ കണ്ടതല്ലേ ഗൈസ്? അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ മാവൊക്കെ നല്ല സെറ്റാക്കി വെക്കണം. എന്നാലാണ് മാവിലെല്ലാതും നന്നായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ. ഗൈസ് കണ്ടില്ലേ, നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാം നമ്മളിതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. 2 മിനിറ്റിന് ശേഷം നമ്മളെല്ലാതും നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ മാത്രമല്ല, ഇപ്പം മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായ ഓണം വരികയാണല്ലോ. അപ്പോൾ ഓണം സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്കൊക്കെ ഒരുപാട് അതിഥികളൊക്കെ വരും. അപ്പോൾ നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമല്ലോ. ആ സമയത്തൊക്കെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പം വീട്ടിൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും.